ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് വരാം. ഇന്നലെ പാക്ക് ചെയ്ത് വെച്ച സമ്മാനമൊക്കെ ആയിട്ട് രാവിലെ എണീറ്റ് നമ്മൾ പോകുന്നത് അന്നയുടെ വീട്ടിലേക്കാണ്. അന്നയുടെ ബ്രദറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കൊടുത്തുവിടാനുള്ള സമ്മാനത്തോടൊപ്പം അന്ന മോൾക്കും ചെറിയൊരു ഗിഫ്റ്റ്. അതൊക്കെ കഴിഞ്ഞ് അവരുടെ യാർഡിലുണ്ടായ സ്ട്രോബെറീസ് സേവമോക്ക് പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അന്നയും അമ്മയും. നല്ല മധുരമുള്ള സ്ട്രോബെറീസ്. കഴിഞ്ഞ ആഴ്ചയും കുറേയേറെ സ്ട്രോബെറീസ് സേവമോക്ക് വേണ്ടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറീസ് മാത്രമല്ല, അന്നമോളുടെ വീട്ടിലെ ആപ്പിൾ മരങ്ങളെല്ലാം നന്നായി കായ്ച്ചു നിൽപ്പുണ്ട്. കഴിഞ്ഞ വർഷം ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ആപ്പിൾ കഴിച്ചിട്ടുള്ളതാണ്. ഈ കാണുന്നത് അവരുടെ ബാർലി പാടമാണ്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി നമ്മൾ നേരെ ഒരു ബീച്ച് സൈഡിലേക്കാണ് വന്നത്. കുറച്ചു നേരം അവിടെയൊക്കെ നടന്നിട്ട് തിരികെ പോവുകയാണ്. തോളെ വെച്ചോണ്ട് നടക്കുകയാണ് അച്ഛ. ഇപ്പൊ നമ്മളെയൊക്കെ നമ്മുടെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് നടന്നിട്ടില്ലേ? നമ്മളും അങ്ങനെയൊക്കെ അല്ലേ വളർന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ വലുതായിപ്പോ അപ്പൊ പിന്നെ നമുക്ക് തോളെ വെച്ചോണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ലല്ലോ. അവിടുന്ന് നമ്മൾ തിരികെ വരുമ്പോൾ കാടിനുള്ളിൽ അവിടെ ഇവിടെ ആയിട്ട് ബ്ലൂബെറി പിക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാം. ഫിൻലൻഡിലെ കാടുകളിൽ ഇപ്പോൾ ബെറി പിക്കിങ്ങിന്റെ സീസൺ ആണ്. കുറച്ചു നേരം കൂടി കാടിന്റെ സൈഡിലുള്ള ഗ്രാവൽ റോഡിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് തിരികെ വീട്ടിലെത്തിയതേ മീനും കപ്പയും ഒക്കെ ആയിട്ട് ലഞ്ചും അങ്ങ് ഉഷാറാക്കി.